ഹലോ എവരിവൺ, ഞാൻ സനൂഫ്. മലമ്പുഴ ഗവൺമെന്റ് IT ഫിറ്റർ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. സെക്കൻഡ് ഇയറിലെ മോഡ്യൂൾ 2 റിപ്പയറിംഗ് ടെക്നിക്കിൽ നിന്നും അലുമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോക്സൈറ്റ് ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു നോൺ ഫെറസ് മെറ്റൽ ആണ് അലുമിനിയം. പ്രോപ്പർട്ടീസ്: വൈറ്റ് ഓർ വൈറ്റിഷ് ഗ്രേ കളറാണ് അലുമിനിയത്തിന്. മെൽറ്റിംഗ് പോയിന്റ് 660°C ആണ്. സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ, ലോ ടെൻസൈൽ സ്ട്രെങ്ത്. അലുമിനിയം ഒരു ലൈറ്റ് വെയ്റ്റ് മെറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി 2.7 g/cm3 ആണ്. ഇത് സ്റ്റീലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1/3 ഭാഗം മാത്രമാണ് ഉള്ളത്. ഇനി പ്യുവർ അലുമിനിയം അഥവാ ശുദ്ധമായ അലുമിനിയം, അതിന്റെ സ്ട്രെങ്ത് 7 kg/mm². ആണ്. അലോയ്സിനാവട്ടെ അതിന്റെ സ്ട്രെങ്ത് മോഡറേറ്റ് ആണ് എന്ന് പറയാം. ഇനി ചില അലോയ്സിന് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം അതിന്റെ സ്ട്രെങ്ത് 45 kg/mm² വരെ ഉയർത്തുവാൻ സാധിക്കും. മേൽപ്പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസും കൂടി ചേരുമ്പോൾ അലുമിനിയം അലോയ്സിന് സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ വളരെയധികം കൂടുതലാണെന്ന് പറയാം. അതായത് കുറഞ്ഞ വെയിറ്റിൽ തന്നെ കൂടുതലായിട്ടുള്ള ശക്തി, കൂടുതൽ സ്ട്രെങ്ത് അലുമിനിയം അലോയ്സിന് നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എയ്റോസ്പേസ് ആപ്ലിക്കേഷനിൽ ഇത് വളരെയധികം ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയാം. ഇനി ചില അലോയ്സിന് മികച്ച ടഫ്നെസ് കുറഞ്ഞ താപനിലയിൽ തന്നെ നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് ക്രയോജനിക് ആപ്ലിക്കേഷനിൽ ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ക്രയോജനിക് എന്ന് പറയുമ്പോൾ 0°C താപനിലയിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ഉള്ള കോൾഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു മേഖലയാണ് ക്രയോജനിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ചില അലോയ്സിന് മികച്ച കൊറോഷൻ റെസിസ്റ്റൻസ് അഥവാ തുരുമ്പെടുക്കാതിരിക്കാനുള്ള അതിന്റെ കഴിവ് മികച്ചതാണ് എന്ന് പറയാം. മാത്രമല്ല അലുമിനിയം അലോയ്സിന് തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നിവയൊക്കെ തന്നെ വളരെയധികം കൂടുതലാണ്. നമുക്കിനി ഉപയോഗങ്ങൾ നോക്കാം. ഇത് വളരെയധികം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഫാബ്രിക്കേഷൻ വർക്കിലും അലുമിനിയം അലോയ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിൽ നോക്കുകയാണെങ്കിൽ കേബിൾസ്, ആന്റിനാസ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വീട്ടിലുള്ള ഹീറ്റിംഗ് ഉപകരണങ്ങൾ, അയൺ ബോക്സ്, ഹീറ്റർ, കെറ്റിൽ എന്നീ ഉപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. അടുത്തത് വിവിധതരം അലുമിനിയം അലോയ്സും അതിന്റെ കോമ്പോസിഷനും അത് ഉപയോഗിച്ചിട്ടുള്ള മേഖലകളും പരിചയപ്പെടാം. ആദ്യം കോപ്പർ, സിലിക്കൺ, അയൺ, മാംഗനീസ്, മെഗ്നീഷ്യം, അതർ എലമെന്റ്സ് എന്നിങ്ങനെ ആണ് അലുമിനിയവുമായി ചേരുന്ന അലോയിങ് എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തേതിൽ 0.1% ആണ് മാക്സിമം കോപ്പർ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 0.5% സിലിക്കൺ, 0.7% അയൺ, 0.1% മാംഗനീസ് എന്നിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പെർസെൻറ്റേജ് അലുമിനിയമാണ്. ഈ കാറ്റഗറി പറയുന്നത് ബ്രൗട്ട് എന്നും അത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാത്ത കാറ്റഗറിയാണ്. ഇത്തരം അലോയ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഫാബ്രിക്കേറ്റഡ് അസംബ്ലീസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, ഫുഡ് ആൻഡ് ബ്രൂയിങ്, പിന്നെ പ്രോസസ്സിംഗ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഡെക്കറേഷൻസ് എന്നിങ്ങനെയാണ്
ആപ്ലിക്കേഷൻ മേഖലകൾ. അടുത്ത അലോയ് നോക്കുകയാണെങ്കിൽ കോപ്പർ 0.15%, സിലിക്കൺ 0.6%, അയൺ 0.75%, മാംഗനീസ് 1%, മെഗ്നീഷ്യം 4.5 to 5.5%, 0.5% ക്രോമിയം എന്നിങ്ങനെയാണ് അലോയിങ് എലമെന്റ്സ് ഉള്ളത്. ഈ മേഖലയെ റൗട്ട് എന്ന് പറയാം. അതും ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാത്ത അലോയാണ്. കപ്പൽ നിർമ്മിക്കാൻ, ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള കപ്പൽ നിർമ്മിക്കാൻ ഇത്തരം അലോയ്സ് ഉപയോഗിക്കുന്നു. ചില എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോമിയം ആഡ് ചെയ്തിട്ടുണ്ട്. ക്രോമിയം എലമെന്റിന്റെ പ്രത്യേകത ഇത് കൊറോഷൻ റെസിസ്റ്റൻസ് അഥവാ തുരുമ്പെടുക്കാതിരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഷിപ്പ് ബിൽഡിങ്ങിന് ഇത്തരം അലോയ്സ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തത് 1.6% കോപ്പറും 10% സിലിക്കണും ബാക്കിയുള്ളത് അലുമിനിയം. ഈ മേഖല കാസ്റ്റ് നോട്ട് ഹീറ്റ് ട്രീറ്റബിൾ അലോയ് ആയിട്ട് വരും. പ്രധാനമായിട്ടും പ്രഷർ ഡൈകാസ്റ്റിംഗ്, അത് മോഡറേറ്റ്ലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള പ്രഷർ ഡൈകാസ്റ്റിംഗ്സിലാണ് കൂടുതലായിട്ടും ഈ അലോയ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത അലോയ് അലുമിനിയത്തിനോടൊപ്പം സിലിക്കൺ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. 10 to 13% ആണ് സിലിക്കൺ ഉള്ളത്. ഈ കാറ്റഗറിയെ കാസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നോട്ട് ഹീറ്റ് ട്രീറ്റബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന അലോയാണിത്. സാൻഡ്, ഗ്രാവിറ്റി, പിന്നെ പ്രഷർ ഡൈകാസ്റ്റിംഗ്സിൽ ഉപയോഗിച്ചു വരുന്നു. മികച്ച ഫൗണ്ടറി സവിശേഷതകൾ ഈ അലോയിനുണ്ട്. മാത്രമല്ല വലിയ മറൈൻ, ഓട്ടോമോട്ടീവ്, ജനറൽ എഞ്ചിനീയറിംഗ് കാസ്റ്റിംഗ്സിന് ഈ അലോയ് ഉപയോഗിച്ചു വരുന്നു. അടുത്ത അലോയിൽ 4.2% കോപ്പർ, 0.7% സിലിക്കൺ, അതുപോലെ തന്നെ 0.7% അയൺ, 0.7% മാംഗനീസ്, 0.7% മെഗ്നീഷ്യം, 0.3% ടൈറ്റാനിയം. ഇത് ഓപ്ഷൻ ആണ്. ഈ കാറ്റഗറിയെ റൗട്ട് എന്ന് പറയാം. ഹീറ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അലോയാണ്. ഈ അലോയ് നമ്മൾ കൂടുതലായി കേട്ടിട്ടുള്ള ഡുറാലുമിൻ അലോയാണ്. ഇത് ജനറൽ ആയിട്ടുള്ള മെഷീനിങ് അലോയാണ്. ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് കമ്പോണൻസ്, എയർക്രാഫ്റ്റിലുള്ള സ്ട്രെസ്ഡ് കമ്പോണൻസിന് ഇത്തരം ഡുറാലുമിൻ ഉപയോഗിച്ചു വരുന്നു. സവിശേഷതകൾ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട് കുറഞ്ഞ വെയിറ്റിൽ തന്നെ. അടുത്ത അലോയിൽ സിലിക്കൺ 0.5%ഉം മെഗ്നീഷ്യം 0.6%ഉം ഉപയോഗിച്ചിരിക്കുന്നു. ഈ കാറ്റഗറിയെ ബ്രൗട്ട് എന്ന് പറയാം. ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുന്ന അലോയാണ്. കൊറോഷൻ റെസിസ്റ്റന്റ് അലോയാണ്. ചെറിയ സ്ട്രെസ്ഡ് കമ്പോണൻസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്ലേസിംഗ് ബാർസ്, വിൻഡോ സെക്ഷൻസ്, വാഹനങ്ങളുടെ ബോഡി കമ്പോണൻസിനൊക്കെ ഇത്തരം അലോയ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത അലോയിൽ 1.8% കോപ്പർ, 2.5% സിലിക്കൺ, 1% അയൺ, 0.2% മെഗ്നീഷ്യം, 0.15% ടൈറ്റാനിയം, 1.2% നിക്കൽ എന്നിങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. ഈ കാറ്റഗറിയെ കാസ്റ്റ് എന്ന് പറയാം. ഇതും ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ്. ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള മേഖലകൾ സാൻഡ്, ഗ്രാവിറ്റി ഡൈകാസ്റ്റിംഗ് എന്നിങ്ങനെ ഹൈ റിജിഡിറ്റി വിത്ത് മോഡറേറ്റ് സ്ട്രെങ്ത്തും ഷോക്ക് റെസിസ്റ്റൻസും ഇത്തരം അലോയ്സിന് ഉള്ള പ്രോപ്പർട്ടിയാണ്. പെട്ടെന്ന്
വരുന്ന ഫോഴ്സസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് എന്ന് പറയാം. മാത്രമല്ല ഇതിന് റിജിഡിറ്റി അഥവാ സ്റ്റിഫ്നെസ്, കൂടുതൽ സ്റ്റിഫായി ഇരിക്കാനുള്ള കഴിവ് ഇത്തരം അലോയ്സിന് കൂടുതലാണ് എന്ന് തന്നെ പറയാം. അടുത്ത അലോയ്സ് 10.5% മെഗ്നീഷ്യമും 0.2% ടൈറ്റാനിയമും മാത്രം അലുമിനിയത്തിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാറ്റഗറിയെ കാസ്റ്റ് എന്ന് പറയാം. മാത്രമല്ല ഇത് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സ്ട്രെങ്ത്തും ഡക്റ്റിലിറ്റിയും അതുപോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻസും എന്നീ കോമ്പിനേഷനുള്ള പ്രോപ്പർട്ടീസ് ആണ് ഈ അലോയ്സിന് കിട്ടിയിട്ടുള്ളത്. എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ മറൈൻ കാസ്റ്റിംഗ്സിന് ഇത് ഉപയോഗിച്ചു വരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തരം കാസ്റ്റിംഗ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. മെഗ്നീഷ്യം കൂടുതൽ വരുമ്പോൾ ഇവിടെ ഡക്റ്റിലിറ്റി നമുക്ക് കൂട്ടുവാൻ സാധിക്കും. മാത്രമല്ല ടൈറ്റാനിയത്തിന് കൊറോഷൻ റെസിസ്റ്റന്റ് കഴിവ് ഉണ്ട്. ഇനി നമുക്ക് അലുമിനിയമും സ്റ്റീലും താരതമ്യപ്പെടുത്താം. ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. അലുമിനിയം സ്റ്റീലിനേക്കാളും കൂടുതൽ ലൈറ്റർ ആണ്. അതിന്റെ വെയിറ്റ് വളരെയധികം കുറവാണ് എന്ന് പറയാം. അതേസമയം സ്ട്രെങ്ത് അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. സ്ട്രെങ്ത് സ്റ്റീലിനോടൊപ്പം തന്നെ ഈക്വൽ ആണെന്ന് പറയാം. കൊറോഷൻ റെസിസ്റ്റൻസ് അലുമിനിയത്തിന് കൂടുതലാണ്. ഈസി ആയിട്ട് മെഷീൻ ചെയ്തെടുക്കാനും അലുമിനിയത്തിന് സാധിക്കും. മാത്രമല്ല ആനോഡൈസ് ചെയ്യാനും അലുമിനിയമാണ് ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലുമിനിയത്തിന്റെ സർഫസിൽ ഒരു ലെയർ അലുമിനിയം ഓക്സൈഡ് ആയിട്ട് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ കൊറോഷൻ റെസിസ്റ്റൻസ് കൂടുതലാക്കാനും സാധിക്കും. തെർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അലുമിനിയത്തിന് കൂടുതലാണ്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഹയർ സ്ട്രെങ്ത് സ്റ്റീൽ അലോയ്സ് വരുമ്പോൾ അലുമിനിയത്തിന്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ കഴിയുന്നതല്ല. അലുമിനിയത്തിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നു. മാത്രമല്ല ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കില്ല. മുൻപ് പറഞ്ഞതുപോലെ അലുമിനിയം സോഫ്റ്റ് ആണ്, ഡക്റ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡൈമെൻഷൻസ് അക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ത്രെഡഡ് ഫാസ്റ്റനേഴ്സിന്റെ ഡൈമെൻഷൻസ് കുറെ കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നു എന്നതുകൊണ്ട് തന്നെ അലുമിനിയം ഈ ഒരു ഫാസ്റ്റനേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിന്റെ സർഫസിൽ ഒരു കോട്ടിങ്, അലുമിനിയം ഓക്സൈഡ് എന്ന കോട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ പെയിന്റ് ഈ സർഫസിൽ ചേർന്നു പോകുവാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല വെൽഡിംഗ് ചെയ്തതിന് ശേഷം ഇതിന്റെ പഴയ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയാം. വെൽഡിംഗ് ചെയ്യാൻ തന്നെ അലുമിനിയം അലോയ്സ് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കോട്ടിംഗ് ലെയർ മാറ്റിയാൽ മാത്രമേ വെൽഡിംഗ് എളുപ്പമാവുകയുള്ളൂ. താരതമ്യപ്പെടുത്തുമ്പോൾ അലുമിനിയത്തിന് ഫെറ്റീഗ്നെസ് കൂടുതലാണെന്ന് പറയാം. പെട്ടെന്ന് കൂടുതൽ സമയം സ്റ്റീൽ പോലെ അലുമിനിയത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് സ്റ്റീലിനേക്കാളും വളരെയധികം കൂടുതലാണ്. കുറഞ്ഞ ഫോഴ്സ് കൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഡീഫോർമേഷൻ അലുമിനിയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഇലോങ്ങേഷൻ ചെയ്യുന്ന വാല്യൂസ്, അതായത് ഇത് ഡീഫോം ചെയ്യുമ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത്തും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളത് കുറവാണ്.
അലുമിനിയം അലോയ്സുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റൽസ്. ഇതിന്റെ കാരണം വിവിധ മേഖലകളിൽ അതിനനുസരിച്ചുള്ള പ്രോപ്പർട്ടീസിന് വേണ്ടി അതാത് എലമെന്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുതന്നെ ആകർഷകമായിട്ടുള്ള ശ്രേണികളിൽ നമുക്ക് ലഭ്യമാണ്. കോപ്പർ, മാംഗനീസ്, സിലിക്കൺ, മെഗ്നീഷ്യം, സിങ്ക്, ടങ്സ്റ്റൺ എന്നിങ്ങനെ വിവിധ തരം എലമെന്റ്സ് അലുമിനിയത്തിനോടൊപ്പം ചേരുമ്പോൾ നമുക്ക് വിവിധ തരം അലോയ്സ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ അലോയ്സിനൊക്കെയും തന്നെ വിവിധ തരം പ്രോപ്പർട്ടീസും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാം. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. വീടുകളിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സ്, അതുപോലെ തന്നെ യൂട്ടൻസിൽസ്, കണ്ടെയ്നേഴ്സ്, ടാങ്ക്സ്, വെസൽസ്, വാഹനങ്ങളുടെ സ്ട്രക്ചേഴ്സ്, ബസ് ബോഡീസ്, റോഡിലും അതുപോലെ തന്നെ റെയിൽവേയിലും ഉപയോഗിക്കുന്ന ടാങ്കേഴ്സ്, വേഗൺസ്, പിന്നെ ബിൽഡിങ്സിൽ അതുപോലെ ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സ്, പോർട്ടബിൾ ബ്രിഡ്ജസ്, എയർക്രാഫ്റ്റ്, മിസൈൽസ്, വിവിധ തരം എയ്റോസ്പേസ് കമ്പണൻസ്, വാഹനങ്ങളിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന റേഡിയേറ്റേഴ്സ്, പവർ പ്ലാന്റ്സിലും ഉപയോഗിച്ചിട്ടുള്ള ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന കേബിൾസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള ബസ് ബാർസ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അലുമിനിയം അലോയ്സും ഉപയോഗിച്ചു വരുന്നു. അടുത്തത് അലുമിനിയം അലോയ് സിസ്റ്റം നോക്കാം. ഏത് അലോയാണോ വേണ്ടത് അതിൽ അലുമിനിയം കൂടാതെ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അലോയിങ് എലമെന്റ് ഏതാണോ അതിന് അനുയോജ്യമായിട്ടാണ് നമ്മൾ അലുമിനിയം അലോയ്സിനെ തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോസ് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി അറിയുവാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Thanks for watching the channel.